നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ക്ഷത്താവിന്റെ വീട്ടിലേക്ക്, വിതുരന്റെ വീട്ടിലേക്ക് കൃഷ്ണൻ താമസിക്കാൻ പോയി. വിതുരൻ കൃഷ്ണനെ ക്ഷണിച്ചു കൊണ്ടുപോവാണ്. അവിടെയാണ് കുന്തി പാർക്കുന്നത്. പാണ്ഡവന്മാരുടെ വനവാസകാലം, അജ്ഞാതവാസകാലം എല്ലാം കുന്തി അവിടെയാണ്. കുന്തിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്ന് ആ ബന്ധുക്കളെ ഒരുമിച്ച് കൂടി. പിറ്റേ ദിവസം ദൂത് നടന്നു. ആ സഭയിൽ ഭഗവാൻ വിശ്വരൂപം കാണിച്ചതെല്ലാം നമ്മൾ നേരത്തെ ഒരു സന്ദർഭത്തിൽ നേരിട്ട് കണ്ടു. വളരെയേറെ സ്നേഹമസൃണമായ ഉപദേശങ്ങൾ, കാര്യഗൗരവമെല്ലാം വിശദമാക്കുന്ന ഉപദേശങ്ങൾ ഒന്നും തന്നെ ഫലിച്ചില്ല എന്ന് വന്നപ്പോ ഭഗവാനെ പിടിച്ചു കെട്ടാനായിട്ട് കയറുമെടുത്ത് ദുര്യോധനാദികൾ ചാടുന്ന അവസരത്തില് എന്നാൽ നിനക്കാകുമെങ്കിൽ പിടിച്ചു കെട്ടിക്കോ എന്ന് പറഞ്ഞ് ഭഗവാൻ വിശ്വരൂപം പ്രദർശിപ്പിക്കുന്നത് നാം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ വിതുരഗൃഹത്തിലേക്ക് വന്നു. നടന്നതെല്ലാം കുന്തിയെ കേൾപ്പിച്ചു. ഇനി എന്താണ് താൻ രാജാവായ യുധിഷ്ഠിരനോട് അമ്മയുടെ വാക്കായിട്ട് പറയേണ്ടത്? കൃഷ്ണൻ കുന്തിയോട് ചോദിച്ചു. സമാധാനത്തിന്റെ എല്ലാ മാർഗങ്ങളും അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സന്ധി സംഭാഷണം നടത്താൻ ഏറ്റവും സമർത്ഥനായിരിക്കുന്ന കൃഷ്ണന്റെ വാക്കുകളെപ്പോലും കൗരവന്മാര് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി എന്തു വേണം? അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അത് കൃഷ്ണൻ കുന്തിയോട് ചോദിച്ചു. ആ അവസരത്തില് എന്താണ് മക്കളോട് പറയേണ്ടത് എന്ന് കുന്തി കൃഷ്ണനെ കേൾപ്പിക്കുന്ന വാക്യത്തിനകത്ത് ഈ കർണക്രോധം അന്ന് ആ സഭയിലുണ്ടാക്കിയതായ ഭയങ്കരമായിട്ടുള്ള കോലാഹലങ്ങൾ എത്രമാത്രം ഈ യുദ്ധത്തിന് കാരണമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാകും. കുന്തി കൃഷ്ണനോട് പറയാണ്, ബ്രൂയാ കേശവരാജാനം ധർമാത്മാനം യുധിഷ്ഠിരം. അല്ലയോ കേശവ, നീ ധർമാത്മാവായിരിക്കുന്ന രാജാവായ യുധിഷ്ഠിരനോട് നീ അവിടെ ചെന്നതിന് ശേഷം എന്റെ വാക്യമായിട്ട്, എന്റെ ഉപദേശമായിട്ട്, എന്റെ ആജ്ഞയായിട്ട് നീ ഇങ്ങനെ പറയുക, ഭൂയാം സ്തേഹീയതേ ധർമ്മോ മാ പുത്രക വൃഥാ കൃത. അല്ലയോ മകനെ, നിന്റെ ധർമ്മത്തെ നീ ഇതാ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഓരോരുത്തരും സ്വധർമ്മം ആചരിക്കണം. ഭഗവത്ഗീതയിൽ നമ്മള് ഭഗവാന്റെ വാക്യമായിട്ട് അത് കേൾക്കുന്നുണ്ട്. ആ സ്വധർമ്മം അത് ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, ഓരോരുത്തർക്കും ഓരോന്നാണ്. അത് ജന്മാന്തരഗതമായിരിക്കുന്ന കർമ്മബന്ധനങ്ങളുടെ ഫലമായിട്ട് വന്നു ചേരുന്നതുമാണ്. ആ സ്വധർമ്മം എല്ലാവരും ആചരിക്കണം. അത് ഏത് തന്നെ ആയിരുന്നാലും ആചരിക്കണം. അതിൽ വലിപ്പ ചെറുപ്പങ്ങളൊന്നും തന്നെയില്ല. അങ്ങനെയുള്ള സുധർമാചരണത്തിനിടയ്ക്ക് വിനാശം വന്നാൽ പോലും, മരണം വന്നാൽ പോലും അത് ശ്രേയസ്സാണ് എന്ന് കൃഷ്ണൻ പറയുന്നത് നാം ഗീതയിൽ കേൾക്കുന്നല്ലോ. സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹ. സുധർമാചരണത്തില് നിധനം വന്നാൽ പോലും, മരണം സംഭവിച്ചാൽ പോലും അത് ശ്രേയസ്സാണ്. തന്റെ ധർമ്മം ചെയ്യാതെ കണ്ട് വേറെ ആരുടെയെങ്കിലും ധർമ്മത്തെ അനുകരിക്കാൻ ശ്രമിച്ചാലോ അത് വലിയ ഭയങ്ങളെ ഉളവാക്കും. സ്വധർമാചരണം ഏവരുടെയും ധാർമ്മികമായ വളർച്ചയുടെ
ഏറ്റവും പ്രധാനപ്പെട്ട ആധാരശിലയാണ് എന്ന് കൃഷ്ണൻ ഗീതയിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ വളരെ വിശദമായിട്ട് പല പ്രകാരത്തില് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അർജുനനോട് പറഞ്ഞതും നീ നിന്റെ സ്വധർമ്മം ചെയ്യ്. അർജുനന്റെ സ്വധർമ്മം അപ്പോൾ ധർമ്മത്തെ വിജയിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ആ പടക്കളത്തിൽ നിന്നിട്ട് മുന്നിൽ നിൽക്കുന്നത് ബന്ധുക്കളാണെന്ന് കണ്ട് അവരെ എങ്ങനെ താൻ സംഹരിക്കുമെന്ന് ചിന്തിച്ച് ആകെ തളർന്ന് തിരിഞ്ഞോടാൻ അർജുനൻ തുടങ്ങുകയായിരുന്നു. ആ അർജുനനോട് സ്വധർമാചരണത്തിന്റെ മഹത്വമാണ് കൃഷ്ണൻ പറഞ്ഞത്. ഇവിടെ കുന്തിയും അത് തന്നെയാണ് പറയുന്നത്. ധർമ്മത്തിന്റെ ഹൃദയം അറിയുന്ന ആളുകൾ അത് തന്നെയാണ് പറയുന്നത്. അല്ലയോ യുധിഷ്ഠിര, അല്ലയോ മകനെ, നീ നിന്റെ സ്വധർമ്മത്തിൽ നിന്നിട്ട് വഴുതി താഴേക്ക് വീണുകൊണ്ടേയിരിക്കുന്നു. നിന്നെ ഞാൻ വേദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രഗത്ഭന്മാരായിരിക്കുന്ന ആചാര്യന്മാരുടെ സമീപത്തയച്ചിട്ട് വേദം പഠിപ്പിച്ചു നിന്നെ. ഇതിഹാസ പുരാണാദികൾ പഠിപ്പിച്ചു. അത് മാത്രമല്ല നിന്നെ പഠിപ്പിച്ചത്, നിന്നെ ആചാര്യനായ കൃപരുടെ സമീപത്തയച്ച് ആദ്യം ആയുധവിദ്യ പഠിപ്പിച്ചു. അതിലെ തുടക്കം അവിടെ നിന്നാണ് ഉണ്ടായത്. തുടർന്ന് ദ്രോണന്റെ അടുത്ത് ആയുധവിദ്യയില് പരിപൂർണമായിട്ടുള്ള പ്രാഗൽഭ്യം നിനക്ക് പകർന്നു തന്നു. വേദം മാത്രമല്ല പഠിപ്പിച്ചത്, ആയുധവിദ്യയും പഠിപ്പിച്ചു തന്നു. നിനക്ക് രാജധർമ്മം എന്താണെന്ന് പഠിപ്പിച്ചു തന്നു. സന്യാസിമാരുടെ ധർമ്മവും ബ്രഹ്മചാരിയുടെ ധർമ്മവും ഗൃഹസ്ഥന്റെ ധർമ്മവും വാനപ്രസ്ഥന്റെ ധർമ്മവും അതേപോലെ തന്നെ രാജധർമ്മവും പുത്രധർമ്മവും ധർമ്മത്തിന്റെ എല്ലാ മുഖങ്ങളും എല്ലാ മണ്ഡലങ്ങളും നിനക്ക് പഠിപ്പിച്ചു തന്നു. നീ ശാന്തി 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 എന്ന് മാത്രം പറഞ്ഞിരിക്കാനുള്ളവനല്ല. ശാന്തിയാണ് പരമം, ശാന്തിയാണ് ശ്രേയസ്, ശാന്തിയാണ് ലോകത്തിനുണ്ടാകേണ്ടത്, ശാന്തിയാണ് എല്ലാ ജീവരാശിക്കും ഉണ്ടാകേണ്ടത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വേദമന്ത്രങ്ങളും ശാന്തി മന്ത്രങ്ങളുമെല്ലാം ശാന്തിയുടെ പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷേ ശാന്തി നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ, ശാന്തി നിറഞ്ഞു നിൽക്കുന്ന രാജ്യത്തിൽ, ശാന്തി നിറഞ്ഞു നിൽക്കുന്ന അന്താരാഷ്ട്ര തലങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ സമൂഹമോ രാജ്യമോ രാജ്യസംഘടനകളോ അശാന്തിയുടെ ആയുധങ്ങളുമായിട്ട് മറ്റുള്ളവരുടെ നേരെ അതിക്രമത്തിന് പുറപ്പെട്ടാലോ ആ രാജ്യത്തിലെ രാജാക്കന്മാരുടെ ഭരണാധിപന്മാരുടെ ചുമതല മറ്റ് രാജ്യങ്ങളാൽ സ്വന്തം പ്രജകൾ നശിക്കാതെ അവർക്ക് ശാന്തി ലഭിക്കുന്ന പ്രകാരത്തിൽ വേണ്ടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ്. കള്ളന്മാരിൽ നിന്നിട്ട് സമൂഹത്തെ രക്ഷിക്കണം, കൊള്ളക്കാരിൽ നിന്നിട്ട് സമൂഹത്തെ രക്ഷിക്കണം, ഭീകരന്മാരിൽ നിന്നിട്ട് സമൂഹത്തെ രക്ഷിക്കണം. അതിക്രമങ്ങൾ പല പ്രകാരത്തിലുണ്ടല്ലോ, പല മണ്ഡലങ്ങളിലുമുണ്ടല്ലോ. അതിൽ നിന്നെല്ലാം സമൂഹത്തെ രക്ഷിക്കണം. അതിനുള്ള ചുമതല ഭരണാധിപന്മാരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. നീ ഭാരത വംശത്തിൽ പിറന്ന രാജാവാണ്. ഭരതന്റെ വംശത്തിൽ പിറന്ന രാജാവ്, ദുഷ്യന്തന്റെ വംശത്തിൽ പിറന്ന രാജാവ്, പൂരുവിന്റെ വംശത്തിൽ പിറന്ന രാജാവ്, ശന്തനുവിന്റെ വംശത്തിൽ പിറന്ന രാജാവ്. നിന്റെ ചുമതല രാജ്യത്തെ രക്ഷിക്കുക, രാജ്യത്തിലുള്ള ജനങ്ങളെ രക്ഷിക്കുക. മനുഷ്യരായാലും മൃഗങ്ങളായാലും പക്ഷിവൃക്ഷാദികളായാലും ജഡമെന്ന് നാം കരുതുന്നതായ നദിയും സമുദ്രവും ഒക്കെ ആയാലും അതിനെയെല്ലാം രക്ഷിക്കുക, ധർമ്മത്തെ രക്ഷിക്കുക, സംസ്കാരത്തെ രക്ഷിക്കുക. അത് നിന്റെ ചുമതലയാണ്. നിന്നെ വേദം പഠിപ്പിച്ചത് പ്രപഞ്ചത്തിന്റെ പൂർണ്ണ ജ്ഞാനം നിനക്കുണ്ടാകാൻ. പക്ഷെ ആ വേദം കേവലം ഉരുവിട്ടുകൊണ്ടിരിക്കാൻ മാത്രമുള്ളതല്ല. സമൂഹത്തിൽ അരാജകത്വം വളർന്നാൽ, സമൂഹത്തിൽ അതിക്രമം വളർന്നാൽ, ആ അവസരത്തിൽ രാജാവെന്നുള്ള നിലയിൽ നീ രാജാവാണ്, നിനക്ക്
വേറൊരു വലിയ ചുമതല കൂടിയുണ്ട്. ഭരണാധിപനാണ്. ഭരണാധിപന്റെ ചുമതല കേവലം ശാന്തി ശാന്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, പിന്നെയോ ശാന്തിയെ നിലനിർത്താൻ, ശാന്തിയെ വളർത്താൻ, അശാന്തിയെ തകർക്കാൻ എന്താണോ വേണ്ടത് അത് ചെയ്യുക കൂടിയാണ്. നീ ഇതാ നിരന്തരം ശാന്തി മന്ത്രം മാത്രം പറഞ്ഞ് നിന്റെ കർത്തവ്യത്തിന്റെ മണ്ഡലത്തിൽ നിന്ന്, ഭരണാധിപൻ എന്നുള്ള മണ്ഡലത്തിൽ നിന്ന്, സമൂഹത്തെ രക്ഷിക്കുക എന്നുള്ള മണ്ഡലത്തിൽ നിന്ന്, ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ള മണ്ഡലത്തിൽ നിന്ന് നീ താഴേക്ക് വീഴുന്നു. കുന്തി പറഞ്ഞതിന് വളരെയേറെ അർത്ഥമുണ്ട്. ആ അർത്ഥം അവിടെ ആ സഭാഗൃഹത്തില് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോ ഭീഷ്മന്റെ വാക്യമുണ്ട്, അതിനകത്തും കിടപ്പുണ്ട്. എന്ന് മാത്രമല്ല, വിതുരൻ ധൃതരാഷ്ട്രൻ പറഞ്ഞതുകൊണ്ട്, ആജ്ഞാപിച്ചതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലെത്തി യുധിഷ്ഠിരനോട് ധൃതരാഷ്ട്രന്റെ നിർദ്ദേശം എന്തെന്ന് അറിയിക്കുന്ന അവസരത്തിൽ വിതുരൻ പറഞ്ഞു, ചൂതുകളി സ്വീകരിക്കണ്ട എന്ന്. പക്ഷെ യുധിഷ്ഠിരൻ അത് സ്വീകരിച്ചു. അത് സ്വീകരിച്ചത് അന്നത്തെ നാട്ടു നടപ്പ്. വെല്ലുവിളിക്കപ്പെട്ടാൽ ക്ഷത്രിയൻ അത് സ്വീകരിക്കും എന്ന വെല്ലുവിളി. പക്ഷെ ആ വെല്ലുവിളി തെറ്റായ കാര്യത്തിനാണ് എങ്കിൽ ആ വെല്ലുവിളിയെ തിരസ്കരിക്കേണ്ടതാണ് എന്നുള്ളതാണ് വസ്തുത. ധർമ്മത്തിന് വിപരീതമായിട്ടുള്ള യാതൊരു വെല്ലുവിളിയെയും, യാതൊരു ചിന്തയെയും, യാതൊരു ആശയത്തെയും സ്വീകരിക്കുക പാടില്ല. ആ ഒരു തലത്തിലേക്ക് യുധിഷ്ഠിരന്റെ മനസ്സ് പ്രവർത്തിച്ചില്ല. അതുപോലും കുന്തിയുടെ ഈ വാക്യത്തിനകത്ത് കിടപ്പുണ്ട്. പാഞ്ചാലിയെ പണയം വെച്ചതും ഇതിനകത്ത് കിടപ്പുണ്ട്. അത് രാജധർമ്മമല്ല എന്ന് മാത്രമല്ല, ഒരു സ്ത്രീയുടെ നേരെ ആ സഭയിൽ വച്ചിട്ട് ഇത്രയേറെ അതിക്രമം നടന്നപ്പോ പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല എന്ന്. താൻ ആദ്യം പാഞ്ചാലിയെ പണയപ്പണ്ടമായിട്ട് ആ ചൂതുകളിയിൽ വച്ചല്ലോ, അതിനെ താനിതാ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ആ ഒരു ധൈര്യം അതുപോലും യുധിഷ്ഠിരൻ കാണിച്ചില്ല.